ശ്രീരാമ രമാമതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈകി പെണ്ണെ ശ്രീരാമചരിതം നീ പഠിയാതെ ശാരിക പൈതൽക്കാനും പറ്റിച്ചു വന്യന്മാരെ ശ്രീരാമസ്മരിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വായിക്കുന്നത് രാമായണമാണ് മക്കളെ. ഇത് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കഥകളാണ് ഇതില്. നമുക്ക് കേൾക്കണ്ടേ? ഓ, പറഞ്ഞു തരാം മക്കളെ. അയോധ്യ രാജ്യത്ത് ദശരഥ മഹാരാജാവ് എന്നൊരു രാജാവുണ്ടായിരുന്നു. അവർക്ക് 4 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തതാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അദ്ദേഹത്തിന്റെ കഥകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. സൂര്യവംശത്തിന്റെ തലസ്ഥാനമായ അയോധ്യ സർവ ഐശ്വര്യങ്ങളാലും സമ്പന്നമായിരുന്നു. സരയൂ നദി ഒഴുകുന്ന ആ പുണ്യഭൂമി ഭരിച്ചിരുന്നത് നീതിമാനായ ദശരഥ മഹാരാജാവായിരുന്നു. എങ്കിലും കൊട്ടാരമുറ്റത്ത് കളിച്ചിരിക്കാൻ ഒരു ഉണ്ണിയില്ലാത്തത് ആ രാജാവിന്റെ വലിയ ദുഃഖമായി അവശേഷിച്ചു. ഇത്രയും വലിയ സാമ്രാജ്യം ആർക്കു വേണ്ടി എന്ന ചോദ്യം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കുലഗുരു വശിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഋഷിശൃംഗ മഹർഷിയെ വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്താൻ തീരുമാനിച്ചു. യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ദിവ്യപുരുഷൻ നൽകിയ പായസം പത്നിമാരായ കൗസല്യയും കൈകേയും സുമിത്രയും ഭക്തിപൂർവം സേവിച്ചു. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷമായ നാളിൽ സാക്ഷാൽ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായി രാമനായി അവതരിച്ചു. പിന്നാലെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. അയോധ്യയുടെ രീതികളിൽ ആ കുമാരന്മാരുടെ ചിരിയും കളികളും നിന്നു. വശിഷ്ഠ മഹർഷിയുടെ കീഴിൽ അവർ വേദങ്ങളും ശാസ്ത്രങ്ങളും യുദ്ധമുറകളും അഭ്യസിച്ചു. രാമൻ എല്ലാവർക്കും പ്രിയങ്കരനായി വളർന്നു. ലക്ഷ്മണൻ രാമന്റെ നിഴൽ പോലെ, ശത്രുഘ്നൻ ഭരതന്റെ ഉറ്റ ചങ്ങാതിയായി അയോധ്യയിലെ കൊട്ടാരമുറ്റത്തിൽ കൂട്ടിക്കളിച്ചു. വിനയവും ധീരതയും ഒത്തുചേർന്ന ആ 4 കുമാരന്മാരും ദശരഥന്റെ കണ്ണിന് കുളിർമയായി. സമാധാനപൂർണമായ ദിനങ്ങളിലേക്കാണ് തപോവനമുള്ള വിശ്വാമിത്ര മഹർഷി കടന്നു വരുന്നത്. തന്റെ യാഗങ്ങൾ മുടക്കുന്ന താടക, ആരീകൻ, സുബാഹു എന്നീ രാക്ഷസരെ വധിക്കാൻ അദ്ദേഹം രാമന്റെ സഹായം തേടി. പ്രാണപ്രിയനായ മകനെ തിരിയാൻ വയ്യാതെ ദശരഥൻ വിറച്ചുപോയെങ്കിലും ഗുരുവായ വശിഷ്ഠന്റെ ഉപദേശപ്രകാരം രാമനെയും ലക്ഷ്മണനെയും മഹർഷിക്കൊപ്പം അയച്ചു. വഴിമന്തിൽ ഘോരരൂപിയായ താടക അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാമൻ ഒരു നിമിഷം മടിച്ചു നിന്നു. ഒരു സ്ത്രീയെ എങ്ങനെ വധിക്കും? വിശ്വാമിത്രൻ രാമന്റെ മനസ്സ് വായിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, മടിക്കരുത്. ഇവൾ സ്ത്രീയല്ല, അധർമ്മത്തിന്റെ മുക്തിയാണ്. പ്രജകളെ രക്ഷിക്കാൻ വേണ്ടി ദുഷ്ടനായ ഒരാളെ വധിക്കുന്നത് അയാൾ സ്ത്രീയായാലും പുരുഷനായാലും പാപമല്ല, അത് രാജധർമ്മമാണ്. ഗുരുവിന്റെ വാക്ക് കേട്ട രാമൻ വില്ലെടുത്ത് അസ്ത്രം തൊട്ടു. ഒരൊറ്റ അസ്ത്രം കൊണ്ട് താടകയുടെ ഹൃദയം പിളർന്നു. ആ ഭീകരതയ്ക്ക്
വിശ്വാമിത്രനിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ അഭ്യസിച്ച രാമൻ സിദ്ധാശ്രമത്തിൽ വെച്ച് സുബാഹുവിനെ എഴുപ്പിപ്പോയി. മാരീചനെ അസ്ത്രമുടയാൽ ദൂരേക്ക് ദർശിക്കുകയും ചെയ്തു. യാഗം വിജയകരമായി പൂർത്തിയാക്കി. യാഗരക്ഷയ്ക്ക് ശേഷം മഹർഷി കുമാരന്മാരെ ജനക മഹാരാജാവിന്റെ മിഥിലയിലേക്ക് കൊണ്ടുപോയി. യാത്രയിലെ ഗൗരവപത്നിയായ അഹല്യയുടെ ശാപകഥ വിശ്വാമിത്രൻ തുടർന്നു. അഹല്യയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ദേവേന്ദ്രൻ ഒരു ദിവസം ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ വന്ന് അവളെ ചതിച്ചു. ഇതറിഞ്ഞ ഗൗതമ മഹർഷി കോപാകുലനായി അഹല്യ ശരിയായി മാറട്ടെ എന്ന് ശമിച്ചു. നിരപരാധിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും മഹർഷി കേട്ടില്ല. പിന്നീട് ശാന്തനായപ്പോൾ അദ്ദേഹം അവൾക്ക് ശാപമോക്ഷം നൽകി. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ ശ്രീരാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ അവൾക്ക് ശാപമോക്ഷം ലഭിക്കുകയാണ്. അങ്ങനെ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി അവരുടെ അനുഗ്രഹവും വാങ്ങി രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലേക്ക് യാത്ര തുടങ്ങി. മിഥിലായിരുന്ന മഹാനഗരിയിലേക്ക് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം പ്രവേശിച്ചു. ജനക മഹാരാജാവ് അവരെ വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു. മിഥിലയിൽ വെച്ച് വജ്രസമാനമായ ആ ശിവധനുസ് ആർക്കും വരയ്ക്കാനായില്ല. എന്നാൽ വിശ്വാമിത്രന്റെ ആജ്ഞപ്രകാരം രാമൻ ആ വില്ല് അനായാസം ഉയർത്തുകയും ഞാനൊരിക്കൽ അത് രണ്ടായി ഒഴുകിച്ചു. ഇതിനിടയിൽ കൊട്ടാരത്തിന്റെ മറ്റൊരുപാടി ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് സീത ബുദ്ധിമുട്ടായിരുന്നു. രാമനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്റെ ഹൃദയം രാമനെ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു സീത. ആ മുഹൂർത്തത്തിൽ ഭൂമിപുത്രിയായ സീതാദേവി വരണമാന്യമായി രാമനെ വിളിച്ചു. അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ ഒരു അപ്രതീക്ഷിത അതിഥി അവരുടെ വഴികൾ കയ്യിൽ ഒരു മഴുവും തോളിൽ ഒരു എല്ലുമായി കോപം കൊണ്ട് ചൊരിക്കുന്ന കണ്ണുകളോടെ ഭാർഗവരാണ് അഥവാ പരശുരാമന്റെ വെല്ലുവിളിയെ ശബ്ദതയോടെ നേരിട്ട് അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ചു. അയോധ്യയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാമകുമാരനെ വലുവായ സീതയെയും ആഹ്ലാദപൂർവ്വം വരവേറ്റു. ദശരഥ മഹാരാജാവ് ശ്രീരാമന്റെ പട്ടാഭിഷേകം നിശ്ചയിക്കുന്നു. കൊട്ടാരത്തിലെ ഒരു അന്തപുരത്തിൽ കൈകേയിയുടെ ദാസിയായ മകരയ്ക്ക് ഉള്ളിൽ ലഭിക്കുന്നു. കൈകേയിയുടെ മകനായ ഭരതൻ രാജാവാകണം, രാമൻ കാട്ടിൽ പോകണം, ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. മന്ദര കൈകേയിയുടെ കഴുത്തെത്തി. അല്ലയോ രാജ്ഞി, അങ്ങ് ഇവിടെ സന്തോഷിച്ചിരിക്കുകയാണ്. അതെ, എന്റെ മകൻ രാമന്റെ പട്ടാഭിഷേകമാണ് നാളെ. ഞാൻ അതിന്റെ സന്തോഷത്തിലാണ്. നിന്റെ ജീവിതം നശിക്കാൻ പോകുന്നു. കൗസല്യയുടെ മകൻ രാമൻ യുവരാജാവായ അതോടെ നീ കൗസല്യയുടെ ദാസിയാണ്. നിന്റെ മകൻ ഭരതൻ രാമന്റെ അടിമയായി ജീവിക്കേണ്ടി വരും. ഇതാണ് ബുദ്ധിയാക്കിയിരിക്കുന്നത്. ആദ്യം കൈകേയി ദേഷ്യം പറഞ്ഞു. നിർത്തുമന്നയിൽ രാമൻ എന്റെ ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ്.
രാമൻ രാജാവാകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കൈകേയി തന്റെ കഴുത്തിലെ മുത്തുമാല എടുത്ത് മന്ദരയ്ക്ക് സമ്മാനമായി നൽകാൻ പോലും ശ്രമിച്ചു. മന്ദര പിന്മാറിയില്ല. അവൾ മണിക്കൂറുകളോളം കൈകേയിയുടെ ചെവിയിൽ വിഷം ചെയ്തു. പതിയെ പതിയെ കൈകേയിയുടെ മനസ്സ് മാറി തുടങ്ങി. രാമനോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്ത് ഭയവും അസൂയയും സ്ഥാനം പിടിച്ചു. പട്ടാഭിഷേകത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ദശരഥൻ കൈകേയിയെ ആ കോലത്തിൽ കണ്ട് വിട്ടിട്ടു. പണ്ട് പറഞ്ഞ 2 വരങ്ങൾ എനിക്ക് ഇപ്പോൾ വേണം. ചോദിച്ചോളൂ, ദശരഥൻ പറഞ്ഞു. ഒന്ന്, ഭരതനെ യുവരാജമായി അഭിഷേകം ചെയ്യണം. 2ാമത്തെ വരം, രാമൻ 14 വർഷം വനവാസം നടത്തണം. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ദശരഥന്റെ ഹൃദയത്തിൽ തറച്ചു. കൈകേയിയുടെ ക്രൂരമായ വാക്കുകൾ ആ കൊട്ടാരത്തിൽ തുടങ്ങി. കൈകേയിയുടെ നിർദ്ദേശപ്രകാരം സുമന്ത്രൻ രാമനെ വിളിച്ചു കൊണ്ടുവരാൻ പോയി. രാമൻ ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, ഭരതൻ രാജാവാകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ കാര്യങ്ങൾ സുഖങ്ങളും എനിക്ക് വരുന്നില്ല. അച്ഛന്റെ വാക്കു മാറ്റുന്നതിനാണ് എന്റെ ധനം. ഞാൻ ഇപ്പോൾ തന്നെ വനവാസത്തിന് തയ്യാറാണ്. രാമൻ അച്ഛന്റെ പാദം വഴിയിൽ നമസ്കരിച്ചു. വനവാസത്തിന് പോവുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ കൗസല്യയുടെ ഹൃദയം തകർന്നു. അവർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, ഇത് ഞാൻ കേൾക്കുന്നത് സത്യമാണ്. നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? രാമൻ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മേ, അച്ഛൻ ഇപ്പോൾ തന്നെ ദുഃഖം കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയും അദ്ദേഹത്തെ വിട്ടുപോയാൽ അച്ഛനെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയേണ്ടത് അമ്മയുടെ ധർമ്മമാണ്. അമ്മയെ സമാധാനിപ്പിച്ച് രാമൻ അടുത്തത് തന്റെ പ്രിയപത്നിയായ സീതയോട് പറഞ്ഞു. 14 വർഷത്തേക്ക് ഞാൻ വനവാസത്തിന് പോവുകയാണ്. ഇത് കേട്ട സീതയുടെ കണ്ണുകളിൽ ദുഃഖമായിരുന്നില്ല, ദൃഢനിശ്ചയമായി. അങ്ങില്ലാത്ത സ്വർഗം പോലും എനിക്ക് വേണ്ട. അങ്ങ് പോകുന്നിടമാണ് എനിക്ക് അയോധ്യ. ഈ യാത്രയിൽ തന്റെ ജ്യേഷ്ഠനെ സേവിക്കാനായി ലക്ഷ്മണനും ഒപ്പം പുറപ്പെട്ടു. അന്ന് ലക്ഷ്മണനോട് മാതാവായ സുമിത്ര പറഞ്ഞു, ലക്ഷ്മണ, നീ രാമനെ നിന്റെ പിതാവായ ദശരഥനായും സീതയെ നിന്റെ മാതാവായ നിന്നെ പോലെയും കരുതുക. വനത്തിൽ നമ്മുടെ അയോധ്യയായി കണ്ട് നീ സന്തോഷത്തോടെ പോകുന്നു. സുമിത്രയുടെ ഈ അനുഗ്രഹം ലക്ഷ്മണനെ രാമഭക്തിയിൽ വലിയ കരുത്തായി മാറി. ദശരഥന്റെ തേനാടിനായ സുമന്ത്രക്ക് കണ്ണീരോടെ രാമനെ വനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗംഗാനദിക്കരയിൽ വെച്ച് വേടരാജാവായ ഗുഹൻ രാമനെ സ്വീകരിക്കുന്നു. ഗുഹന്റെ സ്നേഹം രാമനെ ഏറെ സ്പർശിക്കുന്നു. പിന്നീട് ഗുഹൻ തോണിയിൽ അവരെ ഗംഗാനദിയുടെ മറുകരയിൽ എത്തിച്ചു. ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമനും സീതയും ലക്ഷ്മണനും അവർ അഗസ്ത്യമുനിയെ ദർശിക്കുകയും അദ്ദേഹം ദിവ്യമായ ആയുധങ്ങൾ രാമന് നൽകുകയും ചെയ്തു. ഈ സമയത്ത് ഭരതനും ശത്രുഘ്നനും അയോധ്യയിൽ ഉണ്ടായിരുന്നു.
അയോധ്യയിലെ ശ്മശാന മൂകതയും അച്ഛന്റെ മരണവാർത്തയും രാമൻ കാട്ടിപ്പോയ വിവരവും അറിഞ്ഞു ഭരതൻ തകർന്നുപോയി. തന്റെ അമ്മയുടെ ഇതിനെല്ലാം കാരണമെന്ന് അറിഞ്ഞപ്പോൾ ഭരതന്റെ കോപം മടക്കാനായില്ല. അദ്ദേഹം കൈകേയിയോട് പറഞ്ഞു, അമ്മേ, എന്ത് പാപമാണ് നിങ്ങൾ ഈ ചെയ്തത്? ഈ രാജ്യവും രാജപദവിയും എനിക്ക് വേണ്ട. ജ്യേഷ്ഠനില്ലാത്ത അയോധ്യ എനിക്ക് ശ്മശാന തുല്യമാണ്. നിങ്ങൾ കാരണം എന്റെ അച്ഛൻ മരിച്ചു, എന്റെ സഹോദരൻ കാട്ടില്ല. ഈ കുലത്തിന്റെ നാശത്തിന് കാരണക്കാരിയായ മിത്രനെ ഞാൻ എന്റെ അമ്മയായി കാണാൻ തെച്ചിട്ടില്ല. ഭരതൻ ഒരു തീരുമാനമെടുത്തു. രാമനെ തിരികെ കൊണ്ടുവരും. അങ്ങനെ ഭരതൻ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഭരതൻ ഓടി വന്ന് രാമന്റെ കാട്ടിൽ വീണ് ഒട്ടിക്കരഞ്ഞു. ജ്യേഷ്ഠ, അച്ഛൻ നമ്മളെ വിട്ടുപോയി. അങ്ങ് തിരികെ വരും. ഈ രാജ്യം അങ്ങേണ്ടതാണ്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അച്ഛന്റെ മരണവാർത്ത കേട്ട് രാമനും ലക്ഷ്മണനും സീതയും ഒരുപാട് ദുഃഖിച്ചു. എന്നാൽ തിരികെ വരാനുള്ള ഭരതന്റെ അഭ്യർത്ഥന രാമൻ സ്നേഹപൂർവ്വം നിരസിച്ചു. അച്ഛന്റെ വാർത്ത പാലിക്കുക എന്നതാണ് ഒരു മകന്റെ ഏറ്റവും വലിയ ധർമ്മം. 14 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. അതുവരെ അയോധ്യയുടെ രാജാവായിരുന്നു. അതിന്റെ ആജ്ഞയാണ്. ഭരതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠനില്ലാത്ത സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല. അങ്ങ് വരുന്നത് വരെ അങ്ങയുടെ പാദകങ്ങളിൽ സിംഹാസനത്തിൽ വെച്ച് ഒരു സേവകനായി ഞാൻ രാജ്യം ഭരിക്കാം. ഭരതൻ കണ്ണീരോടെ അയോധ്യയിലേക്ക് മടങ്ങി. രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിലേക്ക് യാത്രയായി. ഈ യാത്രയ്ക്കിടയിലാണ് കഴിവ് രാജാവായ ജടായുവിനെ രാമൻ പരിചയപ്പെടുന്നത്. ജടായു പറഞ്ഞു, രാമ, നിങ്ങൾ ഭയപ്പെടാതെ ഇവിടെ താമസിച്ചു. ഞാൻ നിങ്ങൾക്ക് കാവലായി എപ്പോഴും ഈ ആകാശത്തുണ്ടാകും. പ്രത്യേകിച്ചും ഞാൻ സീതാദേവിയെ സംരക്ഷിച്ചു പോകുന്നു. ഒരു ദിവസം പഞ്ചവടിയിലെ ആ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കാമവും മോഹവും നിറഞ്ഞ കണ്ണുകളുമായി ഒരാൾ കടന്നു. ലങ്കയിലെ അധിപനായ രാവണന്റെ സഹോദരി ശൂർപ്പണഖ. അവൾ ആ വനത്തിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അതിസുന്ദരനായ തേജസ്വിയായ രാമനെ കാണുന്നത്. കണ്ട മാത്രമേ അവൾക്ക് രാമനോട് അടക്കാനാവാത്ത മോഹം തോന്നി. രാമന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അല്ലയോ സുന്ദരകുമാര, നിങ്ങൾ ആരാണ്? ഞാൻ രാമൻ, ദശരഥപുത്രൻ. ഞാൻ അങ്ങയും അന്യത്തെയാണ്. നമുക്ക് വിവാഹിതനാണോ? ഞാൻ വിവാഹിതനാണ്. ഇതാണ് എന്റെ പത്നി സീത. എന്റെ ധർമ്മം അനുസരിച്ച് എനിക്ക് മറ്റൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല. എന്റെ പിതാവിന്റെ വാക്ക് പാലിക്കാൻ വനവാസത്തിന് നല്ലതാണ് എന്നിട്ട് അവൾ പിന്നീട് ലക്ഷ്മണനെ സമീപിച്ചു. ഹേ വീര, എന്നെ വിവാഹം കഴിക്കാമോ? ലക്ഷ്മണൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു, ദേവി, ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ ദാസനാണ്. എന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങളും ഒരു ദാസിയായി ജീവിക്കേണ്ടി വരും. ശൂർപ്പണഖയ്ക്ക് കോപം വന്നു. അവൾ അപമാനിതയായി. ദുഷ്ടചിന്തയോടെ ശൂർപ്പണഖ സീതയുടെ പേര് പാലെടുത്തു. അടുത്ത നിമിഷം ലക്ഷ്മണൻ തന്റെ വാളെടുത്ത് സീതയെ ആക്രമിക്കാൻ വന്ന അവളുടെ മൂക്കും സ്ഥലങ്ങളും ശൂർപ്പണഖയും വിലപിച്ചുകൊണ്ട് രാവണന്റെ മറ്റിൽ വീണു. ജ്യേഷ്ഠനാമോർക്കും രാവണൻ കോപം കൊണ്ട് വിളിച്ചു, ആരും ചെയ്തത്? ഏതു പേരനാണ് എന്റെ സഹോദരിയെ തൊടാൻ ധൈര്യപ്പെട്ടത്? ശൂർപ്പണഖയുടെ പ്രതികാരത്തിൽ രാവണനിലേക്ക് വിഷയത്ത് പറഞ്ഞു. ദശരഥന്റെ മക്കളാണ് രാമനും ലക്ഷ്മണനും. രാമന്റെ ഭാര്യയുണ്ട് സീത. ജ്യേഷ്ഠ, എന്തൊരു സൗന്ദര്യമാണ് അവൾക്ക്. സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ അവളെ പോലെ ഒരു സുന്ദരിയില്ല. അവൾ അങ്ങേക്ക് ഏറെ യോജിച്ച മകളെയാണ്. അവളെ അങ്ങ് സ്വന്തമാക്കണം. സീതയുടെ സൗന്ദര്യവർണ്ണന കേട്ടപ്പോൾ രാവണന്റെ മനസ്സിൽ കാമാഗ്നി ആളിപ്പെട്ടു. ഉടനടി രാവണൻ മാരീചനടുക്കൽ പോയി. പ്രകാരമാണ്, മാരീച, നീ എനിക്കൊരു സഹായം ചെയ്യൂ. നീ മനോഹരമായ ഒരു സ്വർണ്ണമാനായി മാറി രാമന്റെ ആശ്രമത്തിന് മുന്നിലൂടെ കൂട്ടിക്കളിക്കും. അപ്പോൾ രാമൻ നിന്നെ പിടിക്കാൻ പിന്നാലെ വരും. ആ സമയം നീ ഹാ സീതയെ, ഹാ ലക്ഷ്മണായ കരയും. അദ്ദേഹത്തെ ലക്ഷ്മണനും രാമനെ സഹായിക്കാൻ പോകും. ആ സമയത്ത് ഞാൻ സീതയെ തട്ടിക്കൊണ്ടുവരും. അങ്ങനെ മായക്കുമാനായ മാരീചൻ പഞ്ചവടിയിലെത്തി.
രാമൻ സീതയ്ക്ക് വേണ്ടി മാനിലേക്ക് പോയി. അത് മാനല്ല എന്ന് മനസ്സിലാക്കിയ രാമൻ അതിന് മുമ്പേ പോയി. മരിക്കുന്നതിന് മുൻപ് മാരികൻ രാമന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ഹാ സീതേ, ഹാ ലക്ഷ്മണ. ആ കരച്ചിൽ പഞ്ചവടിയിലുള്ള സീതയുടെയും ലക്ഷ്മണന്റെയും കാലുകളിൽ മുഴങ്ങിട്ടു. അത് കേട്ട് സീതയുടെ ഹൃദയം വിടക്കുന്നു. അവർ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ കേട്ടില്ലേ, ജ്യേഷ്ഠന്റെ ആപത്തിനാണ്, വേഗം പോയി അദ്ദേഹത്തെ രക്ഷിക്കൂ. ലക്ഷ്മണൻ കൂടുതലിനെ വിട്ടത് തന്റെ അസ്ത്രം കൊണ്ട് കുതിരയ്ക്ക് ചുറ്റും ഒരു രേഖ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തി, എന്ത് സംഭവിച്ചാലും ഈ രേഖയ്ക്ക് പുറത്തു വരരുത്. ഈ രേഖയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതയായിരുന്നു. അതാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ പോയതോടെ പർവ്വശാലയിൽ സീത ധരിച്ചാൽ ഈ അവസരത്തിനായി കാത്തിരുന്ന രാവണൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് കയ്യിൽ ഒരു ഭിക്ഷാപാത്രവുമായി പർവ്വശാലയുടെ വാതിൽക്കൽ വന്നു. ലക്ഷ്മണരേഖ മറികടന്ന സീതയെ രാവണനെ വഹിക്കുന്നു. സീതയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ രാമൻ തളർന്നു. സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച ജടായുവിന്റെ ചിറകളിൽ രാവണൻ വീണു. അതുവരെ സീതയെ അന്വേഷിച്ചു വന്ന രാമനും ലക്ഷ്മണനും അവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജടായുവിനെ മരിക്കുന്നതിന് മുമ്പ് ജടായു നടന്നതെല്ലാം അവരോട് പറഞ്ഞു. രാമന്റെ വഴിയിൽ കിടന്ന് പറഞ്ഞു. സീതയെ തേടിയുള്ള യാത്രയിൽ രാമൻ കവർദ്ധൻ എന്ന അസുരന് മോക്ഷം നൽകി. പിന്നീട് ഭക്തിയായ ശബരിയുടെ ആജ്ഞ സ്വീകരിക്കുകയും അവർ ഭക്തിയോടെ രാമന്റെ പാദങ്ങൾ താൻ കുഴിച്ചു നോക്കി മാറ്റിവെച്ച ആ പഴങ്ങൾ രാമന് മറ്റുള്ളവർക്ക് അവർ എച്ചിലായി തോന്നാമെങ്കിലും രാമൻ ആ അമ്മയുടെ ഭക്തിയാണ് കണ്ടത്. അദ്ദേഹം സന്തോഷത്തോടെ ആ പഴങ്ങൾ കഴിച്ചു. ശബരിക്ക് മോക്ഷം നൽകി. തുടർന്ന് ഋഷ്യമുഖാചരത്തിൽ വെച്ച് രാമൻ ഹനുമാനെ കണ്ടു. ഹനുമാൻ ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ അവരുടെ മുന്നിൽ, അല്ലയോ തേജസ്വികളെ, നിങ്ങൾ ആരാണ്? ഈ വനത്തിൽ എന്തു ചെയ്യുന്നു? രാമനും ലക്ഷ്മണൻ തങ്ങളുടെ കച്ചവട രാമൻ എന്ന പേര് കേട്ടത് ഹനുമാന് മനസ്സിലായി. താൻ ഇത്രയും കാലം കാത്തിരുന്നത് തന്റെ സ്വാമി മുന്നിലിരിക്കുകയാണ്. ഹനുമാൻ രാമന്റെ കാലത്തെ സാഷ്ടാംഗം കണ്ടുവച്ചു. ആ നിമിഷം ഒരു ദാസൻ സ്വാമിയും തമ്മിലുള്ള ഒരു ഭക്തരും ഉത്തമനും തമ്മിലുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം അവിടുത്തെ മുഖ്യമായിരുന്നു. ഹനുമാൻ രാമനെ സുഗ്രീവനിലേക്ക് നയിക്കുന്നു. ഭാര്യയെ കെട്ടിയെടുത്ത തന്റെ സഹോദരൻ ഭാര്യയെ എടുക്കാൻ രാമൻ സുഗ്രീവനെ സഹായിക്കുന്നു. പ്രത്യുപകാരമായി സുഗ്രീവൻ വാനരസേനയെ സീതയെ തിരയാൻ നോക്കി. രാമൻ സുഗ്രീവനും മന്ത്രിയെ സാക്ഷിയാക്കി. ഇത്ര അങ്ങനെ രാമന്റെ സഹായത്തോടെ സുഗ്രീവനും ഭാര്യയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. രാമൻ ഒരു മരത്തിന്റെ പിന്നിൽ നടന്നിരുന്നു. ഒരൊറ്റ അസ്ത്രം കൊണ്ട് ഭാര്യയുടെ നെഞ്ചിട്ടു. ഭാര്യ കാണുന്നു. സീതാന്തരം കേട്ട്
സഹോദരനായ സമ്പാദി ലങ്കയെ പറ്റിയുള്ള വിവരണങ്ങൾ. പക്ഷേ അടുത്ത പ്രശ്നം ആരാണ് 100 യോജന ദൂരെയുള്ള ഈ സമുദ്രം ചാടിക്കിടക്കുക? പക്ഷേ ആർക്കും 100 യോജന കിടക്കാൻ കഴിയുമായിരുന്നില്ല. ഒടുവിലാണ് ജാമ്പവാൻ ഹനുമാനോട് അദ്ദേഹത്തിന് മറന്നുപോയ കഴിവുകളെ കുറിച്ച് ഓർമ്മിക്കുന്നത്. ഹനുമാൻ തന്റെ ശക്തികളെ കുറിച്ച് മറന്ന് ശാന്തനായി ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. ഒരു ശാപം കാരണമായിരുന്നു ഋഷിമാർ അദ്ദേഹത്തെ ശപിച്ച്, നിന്റെ ശക്തികളെ കുറിച്ച് നീ മറന്നു പോകട്ടെ, മറ്റൊരാൾക്ക് ഓർമ്മിക്കുമ്പോൾ മാത്രം നിനക്ക് ആ ശക്തികൾ തിരികെ ലഭിക്കും. ജാമ്പവാൻ ആ ശാപത്തെ കുറിച്ച് ഓർന്നു. അദ്ദേഹം ഹനുമാന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങി. അല്ലയോ പവനപുത്ര, നീ എന്തിനിങ്ങനെ മൗനമായി നിൽക്കുന്നു? നീ വായുദേവന്റെ പുത്രനാണ്, രുദ്രന്റെ അവതാരമാണ്. നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. നിന്റെ ശക്തികളെ കുറിച്ച് നീ ഓർക്കുക. ഈ സമുദ്രം ചാടി കടക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കാണ് ശ്രദ്ധിക്കുക. ജാമ്പവാന്റെ വാക്കുകൾ കേട്ടത് ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ശക്തി കഴിഞ്ഞു. ഹനുമാൻ സമുദ്രം ചാടിക്കിടന്ന് ലങ്കയിലെത്തി. ലങ്കയുടെ കാവൽക്കാരിയായ ലങ്കയിലെത്തി. ഹനുമാൻ തന്റെ ഇടത് കൈ കൊണ്ട് പുരട്ടെ ഇരുത്തി അവിടെ നിലത്തുപോയി. ഹനുമാൻ സീതയെ കണ്ടെത്തുന്നു. ഹനുമാൻ രാമൻ തന്ന അടയാളമോതിരം സീതയ്ക്ക് നൽകി. ആ മോതിരം കണ്ടപ്പോൾ സീതയുടെ എല്ലാ സംശയങ്ങളും മാറി. അവർ സന്തോഷം കൊണ്ട് കുട്ടിക്ക് ഹനുമാനും തന്റെ തലയിൽ ചൂടിയിരുന്ന ചൂടാമണി എന്ന ദിവ്യമായ രംഗം അടയാളമായി രാമൻ. അവിടെ വെച്ച് രാമന്റെ പുത്രനായ മേഘനാഥൻ തന്റെ അസാമാന്യ വീര്യം പ്രകടിപ്പിച്ചു. ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയ ഇന്ദ്രജിത്ത് എന്ന മേഘനാഥൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാണ് ഹനുമാനെ ബന്ധനസ്ഥനാക്കിയത്. അദ്ദേഹത്തെ കയറുകൊണ്ട് വലിഞ്ഞിട്ട് രാവണന്റെ സഭയിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുവന്നു. രാവണസഭയിൽ ഹനുമാൻ ഒരു ഭയവുമില്ലാതെ നിന്നു. രാവണൻ അഹങ്കാരത്തോട് ചോദിച്ചു, ആരാടാണ്, എന്തിനു വന്നു? ഹനുമാൻ നിർഭയനാണ്, ഞാൻ കോസല രാജ്യത്തിന്റെ അധിപനായ സർവലോകത്തിന്റെയും നാഥനായ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. വാനരരാജാവായ സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ എന്നാണ് എന്റെ പേര്. ഞാൻ വന്നത് എന്റെ അമ്മയായ സീതാദേവിയെ കാണാനാണ്. രാവണ, നീ ചെയ്തത് വലിയ അധർമ്മമാണ്. ഇപ്പോഴും സമയമുണ്ട്. സീതാദേവിയെ ബഹുമാനം പോലെ രാമന് തിരികെ നൽകുക, മാപ്പ് ചോദിക്കുക. അല്ലെങ്കിൽ രാമകണങ്ങളിലേക്ക് നിന്റെ ഈ ലങ്ക ഭസ്മമായി പോകും. ഹനുമാന്റെ ധൈര്യം കണ്ടപ്പോൾ രാവണന്റെ കോപം അടക്കാനായി. അവൻ ഹനുമാനെ കൊല്ലാൻ ആജ്ഞാപിച്ചു. രാവണന്റെ അഞ്ചനായ വിഭീഷണൻ ആ ധനുഷ്ഠായ രാക്ഷസൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ജ്യേഷ്ഠ, അത് ചെയ്യരുത്. ഒരു ദൂതനെ കൊല്ലുന്നത് രാജധർമ്മത്തിനെതിരാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ അംഗമുഖം വരുത്തി അപമാനിച്ച് തിരിച്ചയക്കാം. രാവണന് അത് ശരിയാണെന്ന് തോന്നി. രാക്ഷസന്മാർ തുണികൾ ചുറ്റി എണ്ണയൊഴിച്ച് ഹനുമാന്റെ വാലിന് തീ കൊളുത്തി. ഹനുമാൻ ഒന്നും മിണ്ടാതെ. തുടർന്ന് ഹനുമാൻ ലങ്ക ധരിപ്പിക്കുന്നു. ലങ്കാദഹനം കഴിഞ്ഞ ഹനുമാൻ സമുദ്രത്തിൽ ചാടി വാലിനെ തീയണച്ച് സീത സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ജയ് സീതാറാം എന്ന് ഗർജിച്ചുകൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് കുതിച്ച് രാമന്റെ അടുക്കൽ സന്തോഷത്തോടെ കിഷ്കിന്ധയിലേക്ക് രാമന്റെ അടുത്തേക്ക് കുതിച്ചു. ഹനുമാൻ രാമന്റെ കാൽക്കൽ വീണു.
പ്രഭു ഞാൻ അമ്മയെയാണ്, അമ്മ സുരക്ഷിതയാണ്. സീത നൽകിയ ചൂടാമണി രാമന് കൈമാറി. ഹനുമാൻ ഈ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുക? ഈ നിമിഷം എന്റെ ഈ ആനന്ദനമല്ലാതെ മറ്റൊന്നും തരാൻ എനിക്ക് കഴിയില്ല. രാമൻ ഹനുമാനെ കാണുമെന്ന് അനുഗ്രഹിച്ചു. അടുത്ത നിമിഷം രാമൻ ഗർജിച്ചു, നമ്മൾ ലങ്കയിലേക്ക് പോകുന്നു. രാമൻ സേതുബന്ധനം നടത്തുന്നതിലേക്ക് നീതിമാനായ വിഭീഷണൻ രാമപക്ഷത്ത് ചെയ്യുന്നു. ഘോരമായ യുദ്ധം നടന്നു. ആ മഹായുദ്ധം ആരംഭിച്ചു. രാവണന്റെ പ്രിയപുത്രൻ മേഘനാഥൻ തന്റെ മായായുദ്ധം മുടക്കണം വാനരസേനയെ വിറപ്പിച്ചു. ഈ യുദ്ധത്തിനിടയിൽ മേഘനാഥന്റെ ശക്തമായ ആയുധമേറ്റ് ലക്ഷ്മണൻ അബോധാവസ്ഥയിലാണ്. ലക്ഷ്മണനെ രക്ഷിക്കാൻ ഔഷധങ്ങളുമായി വരാൻ ഹനുമാൻ നിയോഗിക്കപ്പെട്ടു. എന്നാൽ ഔഷധം തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ ഹനുമാൻ മൃതസഞ്ജീവനെ അടങ്ങുന്ന ആ വലിയ വെളുത്താപർവ്വതം തന്നെ കൈവരികയും ആകാശത്തിരിക്കുന്നത്. ആ ഔഷധത്തിന്റെ മണം എത്തലോടെ ലക്ഷ്മണനും വാനരവീരന്മാരും പുലർച്ചകൾ പ്രാപിച്ചു. ഒടുവിൽ ലക്ഷ്മണൻ ഘോരയുദ്ധത്തിലൂടെ മേഘനാഥനെ വധിച്ചു. ഒടുവിൽ രാവണനും രാമനും തമ്മിലുള്ള അന്തിമ യുദ്ധം ആരംഭിച്ചു. യുദ്ധക്കളത്തിൽ തളർന്നു നിൽക്കുന്ന രാമനെ കണ്ട അഗസ്ത്യൻ പ്രത്യക്ഷനായി. ശത്രുവിനെ ജയിക്കാനായി അദ്ദേഹം രാമന് ഏറ്റവും ശക്തമായ ആദിത്യഹൃദയൻ മന്ത്രം ഉപദേശിച്ചു. സർവപാപങ്ങളും നശിപ്പിക്കുന്ന ആ സ്തോത്രം ജപിച്ച് ആദിത്യദേവനെ പ്രാർത്ഥിച്ചതോടെ രാമന് അധികമായി നിർത്തി ചെയ്യുന്നു. അഗസ്ത്യമുനി ഉപദേശിച്ച ആദിത്യമന്ത്രത്തിന്റെ കരുത്തിൽ രാമന്റെ അമ്മയ്ക്ക് രാവണൻ വീണു. ഹനുമാൻ അശോകവനത്തിലെത്തി. അമ്മയെ നമ്മൾ വിജയിച്ചു, രാവണൻ കൊല്ലപ്പെട്ടു. സീതയ്ക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വിഭീഷണൻ സീതയെ രാമന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സീതയുടെ പരിശുദ്ധി തെളിയിക്കാൻ അഗ്നിദേവൻ സാക്ഷിയായി അഗ്നിപരീക്ഷമാണ്. അഗ്നിദേവൻ പ്രത്യക്ഷനായി. അഗ്നിദേവന്റെ കൈകളിൽ യാതൊരു പുറമെ സുഖതേജസ്സോട് സീത ഇരിക്കുന്നുണ്ടായിരുന്നു. സീതയെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാമൻ ലോകത്തോട് പറഞ്ഞു, സീത പരിശുദ്ധയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ ലോകം അവളെ സംശയിക്കാൻ ഇടവരുന്നത്. അവൾ അഗ്നിയിൽ പ്രവേശിച്ച് പുറത്തു വരുന്നത് കണ്ട ലോകത്തിന് ഇനി സീതയെ കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. സൂര്യന് പ്രഭയെന്ന പോലെ സീത എന്നും എന്തെന്നാണ് രാമൻ അയോധ്യയിലെത്തി.
വശിഷ്ഠാദികളുടെ കാർമ്മികത്വത്തിൽ സുമന്ത്രൻ തുടങ്ങിയ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ശ്രീരാമൻ സിംഹാസനത്തിനാണ്. അതോടെ ലോകം മുഴുവൻ ധർമ്മവും സമാധാനവും നിറഞ്ഞ രാമരാജ്യം പിറകിയെടുക്കുന്നു. അയോധ്യയുടെ അധിപനായിട്ടും പിതൃവാക്യ പരിപാലനത്തിനായി സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ട ത്യാഗശീലനാണ് ശ്രീരാമചന്ദ്രൻ. കരുണയുടെ കടലായ സത്യം മാത്രം ശീലിച്ച ആ മഹാരാജാവിന്റെ ജീവിതം ഓരോ മനുഷ്യനും വഴികാട്ടിയാണ്. നന്മയുടെയും സ്നേഹത്തിന്റെയും ആ രാമചൈതന്യം ഇന്ന് ഈ വേദിയിൽ നമ്മുടെ രാമാമൃതം എന്നുവരെയോടെ വീണ്ടും പുനർജനിച്ചു.
ഒരു